എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ടോപ്പിക്ക് ബ്രാഹ്മണൻ പശുവിനെ തിന്നാൽ. അതായത് ഹിന്ദുത്വവാദികളുടെ പുതിയ ആരാധനാമൂർത്തിയാണല്ലോ പശു. അപ്പോൾ പശുവിനെ കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് പല സംസ്ഥാനങ്ങളിലും നിരോധനങ്ങളുണ്ട്, പല സംസ്ഥാനങ്ങളിൽ നടക്കൂല അത്. അപ്പോൾ അതിൻ്റെ എന്താണ് പശു? കാരണം ഇവിടെ പശുവിൻ്റെ പേരിലൊരു അമ്പലം എവിടെയും കണ്ടിട്ടില്ല. ഇവർ മാതാവ് വിളിക്കുന്നുണ്ട്, പശുവിനെ കൊല്ലാൻ പാടില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അമ്പലം അങ്ങനെ പശുവിൻ്റെ പേരിലൊന്നുമില്ല. അപ്പോൾ പശുവിൻ്റെ കാര്യങ്ങൾ നമ്മൾ ഗ്രന്ഥങ്ങളുണ്ടല്ലോ, ഹിന്ദു ഗ്രന്ഥങ്ങളിലൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ബ്രാഹ്മണർ പശുവിനെ കഴിച്ചാൽ എന്താ സംഭവിക്കുകയെന്ന് ആദ്യം പറഞ്ഞുതരാം. അതാണ് ഇന്നത്തെ ടോപ്പിക്ക്. അതായത് നമ്മൾ മനുസ്മൃതി, അതായത് ഇവർ ഹിന്ദുത്വവാദികൾ പറയുന്ന ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കർ എഴുതിയ ഭരണഘടന മാറ്റിയിട്ട് മനുസ്മൃതി ഭരണഘടനയാക്കണമെന്ന്, അതായത് ബ്രാഹ്മണൻ എഴുതിയതേ ഭരണഘടനയാകാവൂ എന്നൊരു ഉന്നത കുലജാതരുടെ ഒരു ആഗ്രഹം. കാരണം ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കർ എന്ന് പറഞ്ഞാൽ ദളിതനാണല്ലോ. പക്ഷേ ഈ മനുസ്മൃതിയിൽ പറയണത് സ്ത്രീ സ്വാതന്ത്ര്യമർഹതി എന്നാണ്. അതായത് സ്ത്രീക്ക് സ്വാതന്ത്ര്യമില്ല എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് മനുസ്മൃതിയിൽ. അതായത് ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ഒരു മനുഷ്യ സമൂഹത്തിന് ജീവിക്കാൻ, അത് പരിപാലിച്ച് അതേപോലെ ജീവിക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ് ഈ മനുസ്മൃതി. അത് ഉന്നത കുലജാതരിൽ അതിലും ആണുങ്ങൾക്ക് മാത്രം, അതായത് ബ്രാഹ്മണരായ ആണുങ്ങൾക്ക് മാത്രമേ അവർക്ക് സുഭിക്ഷമായി ജീവിക്കാനും ബാക്കിയുള്ളവരെ അടിച്ചൊതുക്കാനും വേണ്ടി ഉണ്ടാക്കിയ ഒരു സംഭവമാണ് ഈ മനുസ്മൃതി എന്ന് പറയുന്നത്. അതായത് വേറൊന്നുമല്ല. അപ്പോൾ ഈ ഗോമാതാവിൻ്റെ വിഷയം ഇങ്ങനെ ഇപ്പോൾ ഒരു അവിക്ത എന്തൊരു പേരുണ്ട്, ശങ്കരാചാര്യരാണ് അദ്ദേഹം. അപ്പോൾ പുള്ളി ഒരു പ്രസ്താവന നടത്തി 40 ദിവസത്തെ അൾട്ടിമേറ്റം ടൈം കൊടുത്തിട്ടുണ്ട് യോഗിക്ക്. രാജ്യത്തിൻ്റെ മാതാവായിട്ട് പശുവിനെ പ്രഖ്യാപിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അവിക്ത മുക്തേശ്വരാനന്ദ അങ്ങനെ അദ്ദേഹത്തിൻ്റെ പേര് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. അപ്പോൾ പുള്ളി കൊടുത്തിരുന്നത് പശുവിനെ രാജ്യത്തിൻ്റെ മാതാവായിട്ട്, രാജമാതാവായി പ്രഖ്യാപിക്കണം, പശുവിനെ കൊല്ലുന്ന രാജ്യം മൊത്തം നിർത്തലാക്കണം. അതായത് ഇന്ത്യയിലെ ലോകത്തിൽ തന്നെ 2ാമത്തെ ബിഗ്ഗസ്റ്റ് ബീഫ് എക്സ്പോർട്ടറാണ് ഇന്ത്യ. ഇപ്പം അറിയാൻ സാധിച്ചത് ബീഫിന് GST കൂടി ഇല്ല, എടുത്തു കളഞ്ഞു. അതായത് അത്രയും ഈസി ആയിട്ട് എക്സ്പോർട്ട് ചെയ്യാമെന്നുള്ളതാണ്. പിന്നെ അതുമാത്രമല്ല, ബീഫ് എക്സ്പോർട്ട് ചെയ്യുന്നതിൽ, അതായത് മൊത്തം പ്രോസസ്സിങ്, അതിനെ കൊന്ന് കട്ട് ചെയ്ത് എല്ലാം ചെയ്ത് എക്സ്പോർട്ട് ചെയ്യുന്ന കമ്പനികളിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പനി തെലങ്കാനയിലാണ് അൽ കബീർ എക്സ്പോർട്സ്. അൽ കബീർ എന്നുള്ള പേര് കേട്ടിട്ട് ഞെട്ടണ്ട. കാരണം അൽ കബീർ എന്ന പേര് അത് ഹലാൽ സർട്ടിഫിക്കറ്റോടുകൂടി പോകുന്ന പ്രൊഡക്റ്റാണ്. അതിൻ്റെ മുതലാളി ഒരു സതീഷ് അഗർവാളോ ഒരു നല്ല ഒന്നാന്തരം ബ്രാഹ്മണനാണ്. അതുകൊണ്ട് അവിടെ ആരും കയറി ഇവർ കർസേവ നടത്തുകയോ അല്ലെങ്കിൽ ഗോമാതാവിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പ്രൊട്ടസ്റ്റ് നടത്തുകയൊന്നും ചെയ്യില്ല. കാരണം ഇവരുടെ പാപ്പ എന്ന് പറയുന്ന മോഡിക്ക് വരെ പേടിയാണ്. കാരണം ബ്രാഹ്മണൻ്റെ സ്ഥാപനമല്ലേ. അപ്പോൾ ഈ പശുവിനെ മാതാവായി പശുവിനെ കൊല്ലാൻ പാടില്ല എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ട് നമ്മൾ മനുസ്മൃതിയിൽ ഒന്ന് തിരഞ്ഞു നോക്കി. മനുസ്മൃതി തിരഞ്ഞു നോക്കിയപ്പോൾ മനുസ്മൃതിയിൽ 5-ാം അധ്യായത്തിൽ 35-ാമത്തെ ശ്ലോകം അത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ശ്രാദ്ധകർമ്മങ്ങൾ, അതായത് നമ്മൾ മരിച്ചാൽ ചെയ്യുന്ന കർമ്മങ്ങളുണ്ടല്ലോ ബ്രാഹ്മൺസ്, ആ കർമ്മം ചെയ്യുന്ന സമയത്ത് അന്ന് ബ്രാഹ്മണൻ പശുവിൻ്റെ മാംസം ഭക്ഷിച്ചില്ല എങ്കിൽ, അതായത് പശു ഇറച്ചി കഴിച്ചിട്ടില്ല എങ്കിൽ, അത് ആര്? ബ്രാഹ്മണൻ. ആ ബ്രാഹ്മണൻ്റെ 21 തലമുറ നരകത്തിൽ പോകുന്നതാണ് മനുസ്മൃതിയിൽ എഴുതിയിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ ഈ ഗോമാതാവിൻ്റെ സംരക്ഷണവും രാജ്യമാതാവാക്കൽ, ഇതൊക്കെ ഒരു പൊളിറ്റിക്കൽ ഡ്രാമ അല്ലെങ്കിൽ മറ്റുള്ളവരെ അടിച്ചമർത്താനുള്ള ഒരു നാടകം മാത്രമാണ്. അവർ ഗ്രന്ഥത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട്, ഇത് കഴിച്ചില്ലെങ്കിലാണ് ദോഷം. ബ്രാഹ്മണൻ പശുവിൻ്റെ ഇറച്ചി ശ്രാദ്ധത്തിന് കഴിച്ചില്ലെങ്കിൽ അവൻ്റെ 21 തലമുറ നരകത്തിൽ പോകുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഹിന്ദുത്വവാദികളുടെ കള്ളത്തരങ്ങൾ ഓരോന്നോരോന്നായി അവരുടെ ഗ്രന്ഥം വഴി തന്നെ പൊളിഞ്ഞു വരികയാണ്. അപ്പോൾ ഇതേപോലെ അധികം ആർക്കും അറിയാത്ത എന്നാൽ അറിയേണ്ടതുമായ കാര്യങ്ങൾ അറിയുവാനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്